ദൈവവചന ധ്യാനത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനം. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവർ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ക്രിസ്തുവിനോട് സംസാരിക്കുകയായിരുന്നു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. തങ്ങളുടെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന അനുഭവങ്ങൾ അവർ വിവരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ ഹൃദയം നിറയുകയായിരുന്നു. അവരുടെ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് അവരെ അയച്ച അവരുടെ ഗുരുവും കർത്താവുമായ യേശു കർത്താവ് ശ്രദ്ധിച്ചിട്ട് അവരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര വേണം നിങ്ങൾ സന്തോഷിപ്പാൻ. ഭൂതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കീഴടങ്ങും, അതിന് സംശയമില്ല. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ ഭൂതങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കീഴടങ്ങുന്നതിൽ അല്ല സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ ആ വ്യക്തിയുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ് സന്തോഷിക്കേണ്ടത്. നമ്മുടെ ഈ ഭൂമിയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിച്ച രാജ്യത്തിൻ്റെ പൗരത്വത്തിന് അർഹതയുള്ളവനായിട്ട് മാറുന്നു. ജനന രജിസ്റ്ററിൽ ആ ശിശുവിൻ്റെ ജനനം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു വീണ രാജ്യത്തിലെ പൗരനായിട്ട് അന്നു മുതൽ മാറുകയാണ്. ഇതുപോലെ ആദാമ്യ കുടുംബത്തിൽ ജനിച്ച, പാപത്തിൽ പിറന്ന ഒരുവൻ ജനിക്കുമ്പോൾ, ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, അതായത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുമ്പോൾ, സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ, സ്വർഗീയ കുടുംബത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ ആ വ്യക്തി ജനിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നു. മരണത്തോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറയുന്ന മനുഷ്യനെ സ്വർഗത്തിൽ അംഗീകരിക്കണമോ, ദൈവകുടുംബത്തിൽ അംഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജീവപുസ്തകത്തിൽ ആ വ്യക്തിയുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കഴിയും. അതിന് സാധ്യത ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ആകയാൽ സന്തോഷിപ്പിനെന്നാണ്. അപ്പോസ്തലനായ പൗലോസും ഇവിടെ പറയുന്നു, തൻ്റെ കൂട്ടുവേലക്കാരനായ ക്ലേമന്തിൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത്. അത് പൗലോസിന് എങ്ങനെ മനസ്സിലായി? ദൈവകുടുംബത്തിൽ ജനിച്ച ഒരുവനെ കാണുമ്പോൾ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പൗലോസിന് ബോധ്യമായത് ഒട്ടും തെറ്റല്ല. കാരണം വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും എന്ന് മാറാത്ത വാഗ്ദത്തങ്ങൾ തന്ന കർത്താവാണ് അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് പല പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു നിക്കോദിമോസ്. അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പരീശനായിരുന്നു. ജനത്തെ പഠിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവായിരുന്നു. ഒരു രാത്രിയിൽ നിക്കോദിമോസ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. പല കാര്യങ്ങൾ ക്രിസ്തുവുമായിട്ട് സംസാരിക്കുകയും ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ച ഉപദേശങ്ങളെക്കുറിച്ച് നിക്കോദിമോസ് പ്രശംസിക്കുകയും ചെയ്തപ്പോൾ യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദിമോസ് ചോദിക്കുന്നു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? അതിന് യേശു പറഞ്ഞ മറുപടി,
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ജനിക്കണം എന്ന് യേശു പറഞ്ഞത് നിക്കോദീമോസിനോടായിരുന്നു. അദ്ദേഹം ഒരു ഉപദേഷ്ടാവായിരുന്നിട്ടും ഈ കാര്യങ്ങളൊന്നും ഗ്രഹിച്ചിരുന്നില്ല. ഇന്നും ദൈവത്തിൻ്റെ വചനം പലരെയും ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന പലർക്കും വീണ്ടും ജനനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ ആരും പിണങ്ങരുത്. കാരണം വീണ്ടും ജനനം ആർക്കും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഗ്രഹിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം എന്ന് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിയ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ സന്തോഷിക്കട്ടെ, കർത്താവിൽ ആനന്ദിക്കട്ടെ. അത് നിമിത്തം കർത്താവിന് അനേക മഹത്വവും സ്തോത്രവും ആരാധനയും അർപ്പിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യ നിത്യ വചനങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ജനിക്കാത്ത, ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ